വിവിധ മേഖലകളിൽ അതായത് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം മുതൽ താഴെ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് സമഗ്രമായി തന്നെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി തിരച്ചിൽ നടത്തുന്നുണ്ട്. സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ പ്രദേശത്തും ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. ഓരോ പ്രദേശത്തെ പ്രതിനിധികളിലേക്കും വരാം. അനൂപുണ്ട്, സിജു കണ്ണനുണ്ട്, സനോജ് സുരേന്ദ്രനുണ്ട്, എം സന്തോഷുണ്ട്. എല്ലാവരും ഈ തെരച്ചിലിൽ പങ്കാളികളാവുക തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അവസാനം സാധ്യമായ എല്ലാ വഴികളിലൂടെയും എല്ലാ തിരച്ചിലും നടത്തി ഏറ്റവും ഒടുവിൽ ലഭിക്കേണ്ട മൃതദേഹാവശിഷ്ടം പോലും മണ്ണിൽ നിന്ന് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ഈ തിരച്ചിൽ സംഘം ഈ തിരച്ചിൽ ദൗത്യം നിർത്തുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിൽ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഈ തിരച്ചിൽ നിർത്താൻ പോകുകയാണോ എന്ന തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇന്ന് മന്ത്രി തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ ആ കാര്യം വ്യക്തമാക്കുകയുണ്ടായി. തിരച്ചിൽ നിർത്തുകയല്ല, ജനകീയ പങ്കാളിത്തത്തോടു കൂടി കൂടുതൽ തിരച്ചിൽ ആരംഭിക്കുകയാണ്. ഇന്ന് 11 മണി വരെയാണ് തിരച്ചിലെങ്കിൽ ഞായറാഴ്ച അത് കൂടുതൽ സമയം, ഞായറാഴ്ച മുഴുവനായും ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള തിരച്ചിൽ ഉണ്ടാകും. സനോജ് തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. സനോജ്, അവിടെ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞോ ജനകീയ പങ്കാളിത്തത്തിൽ? തീർച്ചയായിട്ടും വിനിഷ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുഞ്ചിരിമട്ടത്താണ്. ഇവിടെ ജനകീയ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശീയരായിട്ടുള്ള ആളുകൾ, സന്നദ്ധ പ്രവർത്തകർ, ഒപ്പം തന്നെ വിവിധ ഫോഴ്സുകൾ, ഫയർഫോഴ്സ്, പോലീസ്, വനം വകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ ഫോഴ്സുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സംയുക്ത തെരച്ചിൽ നടക്കുന്നത്. കടാവ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിശോധനകൾക്ക് ശേഷമാണ് ഈ മേഖലയിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. തദ്ദേശീയരായിട്ടുള്ള ഒരു ആൾ കൂടി ഇപ്പോൾ നമുക്കും ചേരുകയാണ്. ചേട്ടൻ്റെ വീട് ഇവിടെയാണോ? എൻ്റെ വീട് ഇവിടെ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം. ഇന്ന് ഈ പരിശോധനയുടെ ഭാഗമായിട്ടാണോ ഇവിടെ എത്തിയിട്ടുള്ളത്? അന്ന് ഇവിടെ കുറച്ച് സ്ഥലം കൂടി നോക്കാണ്ട്, അപ്പോൾ ഒന്ന് ഓലോട് വിവരം പറയാൻ വേണ്ടിയിട്ട് വന്നാ. ചേട്ടൻ ക്യാമ്പിലായിരുന്നോ? ഞാൻ ക്യാമ്പിലാണ്. ഇന്ന് രാവിലെ വരുന്ന ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നു. താഴെ ഭാഗത്ത് ഇവിടെ ഒരു സോണേഴ്സ് ഒരു റിസോർട്ട് ഉണ്ട്. അതിന് 4 ആൾ പോയിക്കണ്. വേറെ 4 ആൾ അവിടെ ആ ആൾക്കാർ നിൽക്കണ അവിടെയൊക്കെ വീടുണ്ടായിരുന്നു. അവിടെ വീട് കുറച്ച് താഴെ അവിടെ 4 വീടുണ്ടായിരുന്നു. പിന്നെ പാറ നിൽക്കുന്ന സ്ഥലത്ത് അത് പിന്നെ അവിടുന്ന് 3 ആൾ പോയിക്കണം. ഇവിടെ പ്രാർത്ഥന പറഞ്ഞ ഒരാളെ വീടുണ്ടായിരുന്നു. അവിടുന്ന് 2 ആൾ പോയിക്കണ്. ഇവിടുന്ന് കുറേ ആൾ മിസ് ആയിക്കണം. ഇവിടുന്നൊക്കെ വീടുകളായിരുന്നു. നല്ലൊരു സ്ഥലമായിരുന്നു. നല്ല കെട്ടടയും. ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ടായിരുന്നു പോലും ആർക്കും അറിയില്ല. നമുക്കറിയാം, നമ്മൾ ഡെയിലി ഇതിൽ പോണതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഇതൊക്കെ അറിയാം. കുറേ ആളെ അറിയാം. അവിടെ റിസോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു, സോണേഴ്സ്. പിന്നെ റിസോർട്ടിൽ കുറേ ബംഗാളികളുണ്ടായിരുന്നു. അവരൊക്കെ പോയി. പിന്നെ ഏതാ ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നിട്ട് ഒരു പോയില്ലെന്ന് അറിയില്ല. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അലവി. തന്നെയാണ്. കാരണം തദ്ദേശവാസികളുടെ പങ്കാളിത്തത്തോടു കൂടി ജനകീയ തെരച്ചിൽ ആരംഭിക്കുമ്പോൾ അവിടെ ഉള്ളവർക്ക് കൃത്യമായി അറിയാം എവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു, ആ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു, അതിൽ ആരെയൊക്കെ കണ്ടുകിട്ടാനുണ്ട്, ആരെയൊക്കെ കാണാതായിട്ടുണ്ട് എന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജനകീയ പങ്കാളിത്തത്തോടു കൂടി തദ്ദേശവാസികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു തെരച്ചിലിലേക്ക് മന്ത്രിസഭാ ഉപസമിതി യോഗം അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതും അത് ഇന്ന് അവിടെ ആരംഭിക്കുന്നതും. തീർച്ചയായിട്ടും ബിരിഷ, ഇപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ കൂറ്റൻ പാറക്കഷ്ണങ്ങൾ മാത്രം, അതായത് ഈ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തഫലങ്ങൾ ബാക്കി വെച്ച കൂറ്റൻ പാറക്കഷ്ണങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു ജനവാസ മേഖലയായിരുന്നോ എന്നോ വീടുകൾ ഉണ്ടായിരുന്നോ എന്നോ അല്ലെങ്കിൽ റിസോർട്ടുകൾ ഉണ്ടായിരുന്നോ എന്നോ യാതൊരുവിധ തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെയാണ് ഈ പ്രദേശത്ത് ഉരുൾ നാശം വിതച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു, ആ വീടുകളിൽ എത്രത്തോളം പേരുണ്ടായിരുന്നു, റിസോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് എവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രദേശവാസിയായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടെ വന്ന സന്നദ്ധ പ്രവർത്തനം, ദിവസങ്ങൾ നീണ്ട സന്നദ്ധ പ്രവർത്തനത്തിൽ സജീവമായി പങ്കാളികളായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ, ഒപ്പം വിവിധ പ്രദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള വിവിധ ഫോഴ്സുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ പുറത്തുനിന്നും വന്ന ആളുകളാണ്. അവർക്ക് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയത്തില്ല, ഇവിടെ എത്ര വീടുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല, ഏതൊക്കെ പ്രദേശത്തു നിന്നും വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ തദ്ദേശീയരായിട്ടുള്ള ഇപ്പോൾ അലവി എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മളുമായി അനുഭവങ്ങൾ പങ്കുവച്ചത്. ഇവിടെ വീടുകളുള്ള ഓരോ പ്രദേശവും അദ്ദേഹം എണ്ണി പറയുകയാണ്. അവിടെ ഒരു ഇന്നയാളുടെ വീടുണ്ടായിരുന്നു, ആ പ്രദേശത്ത് റിസോർട്ട് ഉണ്ടായിരുന്നു,
ഉണ്ടായിരുന്നു, മറ്റ് പ്രദേശങ്ങളിൽ ഒരു കൺവെൻഷൻ ഹാൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകത ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം അവരുടെ ഈ നാട്ടിൻപുറത്ത് ഈ പുഞ്ചിരിമട്ടം എന്ന് പറയപ്പെടുന്ന ആ പ്രദേശത്തേക്ക് പോകുന്ന ഒരു വഴിയായിരുന്നു. ആ വഴി ഇന്ന് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. വഴിയെന്ന് മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന സർവ്വസാധനങ്ങളും പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. വൻകിട കെട്ടിടങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്, വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പ്രത്യേകം പരിശീലനം സിദ്ധിച്ച കടാബർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. നായ ഇതിൻ്റെ പല പ്രദേശങ്ങളിലൂടെയും ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും മണ്ണിൽ പുതഞ്ഞ് മനുഷ്യജീവിതങ്ങൾ കിടപ്പുണ്ടോ എന്നറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇത്തരത്തിലുള്ള വ്യാപകമായ പരിശോധന നടക്കുന്നത്. കൂറ്റൻ പാറ കഷ്ണങ്ങൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് എവിടെയൊക്കെയാണ് ഈ മനുഷ്യർ താമസിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ക്യാമ്പുകളിൽ കഴിയുന്ന ഈ പ്രദേശത്തെ സ്ഥലവാസികളായിട്ടുള്ള ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സജീവമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുഞ്ചിരിമട്ടത്തും സമാനമായ രീതിയിൽ പുഞ്ചിരിമട്ടത്തും മറ്റ് പ്രദേശങ്ങളിൽ നടക്കുന്നത് പോലെ തന്നെയുള്ള പരിശോധന ഇപ്പോൾ പുഞ്ചിരിമട്ടത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിനിഷ.